ഇവിടെ വരുമ്പോണ്ട് ഒരുത്തനും ഏതാ പടം അറിയില്ല, ആരാ നായകൻ നായിക ഒരാളും അറിയില്ല. നമ്മളെ കണ്ട് രസമുണ്ട്. റിവ്യൂവറാണ്. നല്ല പടം, നല്ല പടം, ഇവൻ നല്ല പടം. അതൊരു ഇതാണല്ലേ ബെഞ്ചുമാർക്ക് അയാളെ മാർക്കോ എന്നോട് ഇവ പറയുന്ന അതിന്റെ ഇടയ്ക്ക് എന്തോ പൈസയും ഹലോ ഹലോ ഗൈസ്, നമ്മളെ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. അങ്ങനെ പുതിയ വർഷത്തെ പുതിയ സിനിമ അല്ലെ? പുതിയ സിനിമ. ടോവിനോ തോമസ് നായകനായ ഐഡന്റിറ്റി. ആരാ ഡയറക്ടർ? അല്ല അറിഞ്ഞിട്ട് വരണ്ടേ? ഇവിടെ വരുമ്പോണ്ട് ഒരുത്തനും ഏതാ പടം അറിയില്ല, ആരാ നായകൻ നായിക ഒരാളും അറിയില്ല. ട്രെയിലറും പടേതാന്ന് അറിയാത്ത ഞാൻ അയച്ചു കൊടുത്തിട്ട് ഏതാന്ന് പടം. അത് റിലീസ് ഡേറ്റ് ഞാൻ മിനിയാന്നിട്ട് അറിഞ്ഞു. 2-ാം തീയതി. വലിയ പ്രൊമോഷൻ ഒന്നും ഉണ്ടായിട്ടോ? കാണൂല. ഏത് വർഷം അറിയില്ല. ഫസ്റ്റ് മൂവി കാണൂടാ. ഫസ്റ്റത്തെ മൂവി ഒരു ത്രില്ലർ പടം അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? പായസിന് ഭയങ്കര അധികം എൻജോയ്മെന്റ്. ഇടക്കിടക്ക് തുള്ളി ഓ ഇതൊക്കെയാ പടം എന്നൊക്കെ വന്നിട്ട് പറയുന്നുണ്ടായില്ലേ? കാറിന്റെ സീനിൽ കണ്ടിട്ടേ എന്തിന്റെ വിജയ് ഇപ്പൊ അത് ആരെയാണ് വിജയിനെ ടാർഗറ്റ് ചെയ്തിട്ട് ഒരു പടം കൂടി ഇല്ല അല്ലേ? ഒരു ആ ഉണ്ണിക്കണ അങ്ങനെ മറ്റേ നടക്കാൻ തുടങ്ങി ചെന്നൈയിലേക്ക് വരെ. ഉണ്ണിക്കണ്ണനെ ഫുൾ സപ്പോർട്ട് അല്ലേ? എല്ലാരും സപ്പോർട്ട് ചെയ്യണം ഉണ്ണിക്കണ്ണനെ. അത് കൈമ പിടിച്ചിട്ടാ പോകുന്ന ബോർഡ്. ഓടിക്കുമ്പോ തന്നെ നല്ല വേദന. അല്ല തൂക്കിയത് ഓക്കെ, പക്ഷെ ഈ കൈമ പിടിക്കല് കാണുമ്പോ തന്നെ എന്തോ എല്ലാരും നോക്കുന്നുണ്ട് പുള്ളിനെ. പക്ഷെ അത് ഒരാൾക്കൊരു അല്ലേ എന്ത് ആഗ്രഹം, അത് അവരുടെ ഇഷ്ടല്ലേ? നല്ല ആഗ്രഹം. എല്ലാരും മറ്റേ നമ്മളെ നിത്യമേനോനെ കല്യാണം കഴിക്കണം മറ്റേ വീട്ടിലേക്ക് നടത്തിട്ട് പോകാനല്ലോ അല്ലേ? വിഷയത്തിന്റെ നമുക്ക് പറയാം. സിനിമയെ കുറിച്ചിട്ട് ഭയങ്കര സിനിമ ക്വാളിറ്റിയിലുണ്ട്. നല്ല കളർ ഗ്രേഡിങ്ങും സംഭവമൊക്കെ നൈസായിട്ട് തോന്നിയിട്ടുണ്ട്. പാട്ടില്ല ഫുള്ളൊരു ത്രില്ലറോ ഒരു ഡാർക്ക് തീം മൊത്തം ഫുൾ ട്വിസ്റ്റ് ആണ്. എക്സ്ട്രീം ട്വിസ്റ്റ് ഉണ്ട്. പിന്നെ എന്തെല്ലോ വന്നിട്ട് ആരല്ലോ വരുന്നുണ്ട്. നമുക്ക് എന്നാണ് അല്ലേ പെട്ടെന്ന് വരും. ഇങ്ങനെ ഒരാള് വരും, പിന്നെ ഇങ്ങനെ അവരെന്നെ കഥ പറയും ഓനെ കുറിച്ച്. പിന്നെ ആദ്യം ഒരാളെ വരും കഥ പറയും ഒരാളെ കുറിച്ച്. നമുക്ക് ഈ കഥ തിരിയുണ്ട്. അപ്പൊ അതെ ഇതില്ലാത്തോടെ നമ്മൾ സംസാരിക്കുന്നല്ലേ, നമുക്ക് പിടിച്ചിട്ടാത്തോണ്ട്. എല്ലാവർക്കും ഒരുപോലെ ഇതാവണമെന്നില്ല. എല്ലാരും സംസാരിച്ചു. ഞാൻ സംസാരിച്ചു. ഞാൻ ഫസ്റ്റ് ഇവനോട് സംസാരിച്ചു. പിന്നെ സിനിമേന്റെ അടുക്കാൻ മൈലെന്നെ ഫോക്കസ് ആയി പോയി. അപ്പം മൂവി ഐഡന്റിറ്റി നമ്മളെ കണ്ട് രസമുണ്ട്. റിവ്യൂവർ ഹാഫ് ടൈം ആവുമ്പോ ഒരാളുണ്ട് ഇൻസ്റ്റ എടുത്തിട്ടുണ്ട്. ഞാൻ പോസ്റ്റ് ഇടലായി ഹാഫ് ടൈം സ്റ്റോറി റേറ്റിംഗ് കൊടുത്തിട്ട് ഞാൻ 4.5. അതിന്റെ 5 കൊടുക്കാത്ത കുറച്ച് ലാസ്റ്റ് ഒരു ഫൈറ്റ് സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല. കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ ഫൈറ്റ് സീനൊക്കെ കാണുമ്പോൾ നമുക്ക് ചോദിച്ചോ നമ്മളെ മാർക്കോ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മാർക്കോന്റെ കുറച്ച് സീൻ മറ്റേ സാധനം എടുത്ത് അടിക്കുന്നത് അടിച്ച് പറിച്ചിക്കെട്ടീനെന്ന്. അതൊരു ഇതാണല്ലേ ബെഞ്ചുമാർക്ക് അയാളെ മാർക്കോ എന്നോട് ഇവ പറയുന്ന അതിന്റെ ഇടയ്ക്ക് എന്തോ പൈസയും. അതിന്റെ ഇടയ്ക്ക് മാർക്കോന്റെ അതൊരു ഫാമിലിനെ അടിച്ചിട്ട് ഇതില് മറ്റേ ഫാമിലിനെ കാണിക്കും. കുറച്ച് സംസാരിക്കുന്നില്ലേ? ത്രില്ലർ പടമാണ്. അപ്പൊ അങ്ങനെയല്ലേ? പക്ഷെ ഒരു ഭയങ്കര പടമൊന്നുമല്ല, വലിയ എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. ഒരു നോർമൽ ത്രില്ലറിന് കുറച്ചൊരു വെറൈറ്റി. പക്ഷെ വിചാരിക്കാത്ത കുറെ ടെസ്റ്റ് ഉണ്ട്. എന്നെ സംബന്ധിച്ച് ഒരു വലിയൊരു സംഭവമല്ല, പക്ഷെ നല്ല പടം. സംബന്ധിച്ചോ നല്ല പടമാണ്. നല്ല പടം. ഇവൻ നല്ല പടം. ഇതൊക്കെയാ സിനിമ എന്നോട് പറഞ്ഞത്. എനക്കും അങ്ങനെ ഒരു വലുതായിട്ടൊന്നുമില്ല. ഇവൻ ദുൽഖറിന്റെ ആണ് ഇപ്പൊ അങ്ങ് അടിച്ചിട്ടുണ്ടാവും. സൂര്യനാണ് ഇങ്ങനെ അടിച്ചിട്ട് പറയും. എന്ത് പറയുമ്പോ പൊക്കി പറയുന്നല്ലേ? ഇവൻ പറയുന്ന സൂര്യൻ അടിച്ചുറക്കിയാനെ. അണ്ണുണ്ട് വിജയ് അണ്ണ സൂപ്പർ. അതെല്ലാം വിട്. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ബാറോസിന്റെ ഇതിന്റെ ബാറോസ് എന്ന് പറയില്ലേ? ബറൂസ് നമ്മ അതിന് ബറൂസ് എന്ന് പറഞ്ഞു. പക്ഷെ ബാറോസ്
ബാറൂസ് പാപ്പ അങ്ങനെയൊന്നുമില്ല. ബാറൂസ് പാപ്പ കളിയാക്കുന്ന എല്ലാ ആൾക്കാരുണ്ട് അമ്മമാരോട് സത്യം ആ അതല്ല നല്ല തെറി ഇതൊക്കെ പറഞ്ഞ ഇങ്ങനെ ഇടക്കിടക്ക് നോട്ടിഫിക്കേഷൻ വരും തെറിയുടെ മാത്രം ബാക്കി നല്ല നോട്ടിഫിക്കേഷൻ പറ്റില്ല അത് നല്ല തെറിയായിരിക്കും അതിന്റെ മേലെ ഫോളോയിങ് യു follow ചെയ്തിട്ട് പ്രൊഫൈൽ നോക്കുമ്പോ അച്ഛന്റെ പ്രായമില്ല ആൾക്കാർ നോട്ടിഫിക്കേഷൻ വരെ തെറിയോ അപ്പൊ ഇനി ഇവനങ്ങ് റിപ്ലൈ കൊടുക്കാന്ന് വെച്ചിട്ട് നോക്കുന്നുണ്ടോ അച്ഛന്റെ പ്രായം ഇവല്ലേ എങ്ങനെയല്ലേ അതല്ല ഒരുത്ത തെറി പറഞ്ഞേ എന്നിട്ട് ഞാൻ അതിന് കമന്റ് ഓരോ സെക്കൻഡ് അക്കൗണ്ട് നിന്നിട്ട് നല്ല തെറി വിളിക്കുന്നത് ഓൻ പറഞ്ഞ ശരിയെന്നും പറഞ്ഞിട്ട് അതല്ല ഫസ്റ്റ് കമന്റ് ഇട്ട് എന്റെ ഫായസിന് എന്തോ മോശം കമന്റ് ഇട്ട് ഫായസിന് റിപ്ലൈ കൊടുത്തേ എന്നിട്ട് അതിന് ഇവര് തമ്മിൽ ആടെ അടിയായി കമന്റ് ബോക്സിൽ എന്നിട്ട് വേറെ അക്കൗണ്ട് ഇത് വരുന്നത് ഓനെ സപ്പോർട്ട് ആയിട്ട് അതെ ഓൻ പറഞ്ഞത് ശരിയാണ്. അപ്പൊ കാര്യം ഇവന്റെ സെക്കൻഡ് അക്കൗണ്ട് അത് മറ്റേ മലയാളി കൊടുത്തിട്ടുണ്ട് അല്ല തെറി കമന്റിന് റിപ്ലൈ വേറെ ആൾക്കാർ വന്ന് കൊടുക്കുന്നുണ്ട് ആ നമ്മോട് അത് നമ്മളെ ഫേക്ക് ഐഡി ഒന്നല്ല കേട്ടോ അത് വേറെ ആരോ ഫേക്ക് ഐഡി കമന്റ് വരുന്നതെല്ലാം ഫേക്ക് ഐഡി ആയിരിക്കും അധികം ഫോളോവേഴ്സ് ഇല്ലാത്ത ഒരു കമന്റ് ഇട്ടോ അല്ല ഈ അല്ല വേറെ പണിയില്ലാത്തവന്മാർ ഇങ്ങനെ തെറി വിളിച്ച് കമന്റ് ഇട്ടോ കാരണം നല്ല കമന്റ് മാത്രം അക്സെപ്റ്റ് ചെയ്താൽ പോരല്ല മോശം കമന്റും പറഞ്ഞ കമന്റ് ഇട്ടോ കമന്റ് ഇടുന്നാൽ ഈ 30 സെക്കൻഡ്സ് മാത്രം കണ്ടിടാൻ പാടില്ല നമ്മൾ യൂട്യൂബും പോയി കാണണം ഫുൾ വീഡിയോ കാണണം അല്ലാതെ ടെക്നിക്കൽ വശം ഇതിനെ കുറിച്ച് പറയാത്തത് അല്ലെ ഇതിനങ്ങനെ വലിയ അതില് റിവ്യൂ യൂട്യൂബില് പറഞ്ഞിട്ടുണ്ട് അത് പോയി കാണാം ടൂറോ ബ്ലോഗ് സെർച്ച് ചെയ്ത പേര് അത് എന്തുകൊണ്ടാണ് ആ പടം വർക്ക് ചെയ്യുന്നില്ല നമുക്കത് വർക്ക് ചെയ്യുന്നില്ല ഓഡിയൻസ് അതല്ല അത് ആർക്കും വർക്ക് ചെയ്തിട്ടില്ല കുട്ടികൾ ഉറങ്ങുന്ന കുട്ടികൾക്കൊക്കെ വേണ്ടി ഇത്രയും കോടികൾ കൊടുത്തിട്ട് പടം ഇങ്ങനെ നെഗറ്റീവ് ഒരിക്കൽ പറഞ്ഞില്ലേ ഒരിക്കൽ പറഞ്ഞ ഒരു വീഡിയോ നല്ല പടം വിജയത്തോ അല്ല എന്തെന്ന് പറയില്ലേ സക്സസ്ഫുള്ളി ആയിട്ട് ഓടുന്നുണ്ട് പടം അങ്ങനെ നല്ല പറയണം ലാലേട്ടൻ നല്ല പടം കാണാൻ താല്പര്യമില്ല പോയി കാണാം നമ്മളെല്ലാം അപ്പോ ഫസ്റ്റ് അല്ല ഈ വർഷത്തെ ഫസ്റ്റ് സിനിമ അത്യാവശ്യം നല്ല സിനിമയായല്ലേ കഴിഞ്ഞ വർഷം മലയാള സിനിമ ഒരു 2-3 ലാസ്റ്റ് നല്ല കുറെ നല്ല നല്ല സിനിമ വരാൻ തുടങ്ങിയിട്ടുണ്ട് ലാസ്റ്റ് ഒരു 3 മാസത്തില് നല്ല നല്ല സിനിമ അല്ല അത്യാവശ്യം മഞ്ഞുമ്മൽ ബോയ്സ് അങ്ങനെ കുറെ ശരിയാ പക്ഷെ അമ്മ ഇപ്പൊ ആ സമയത്ത് റിവ്യൂ ഉണ്ടായിട്ടില്ല പക്ഷെ വിരലുണ്ടായിരുന്നു മെയിൻ സിനിമ ഒക്കെ പക്ഷെ ഇപ്പൊ ഒട്ടുമിക്ക എല്ലാ സിനിമക്കും വിരലായി മെയിൻ കുറച്ച് നല്ല തളിപ്പറം പോയിട്ട് ഇവിടെ ഫുൾ ആയിന് ഞാൻ തളിപ്പറം പോയിട്ട് മഞ്ഞുമൽ പോയി തിയേറ്ററിലാണ് നമ്മ കൊടൈക്കനാൽ പോകുന്ന തലേദിവസം എന്തായാലും കൊടൈക്കനാൽ പോകുന്നുണ്ട് അതുകൊണ്ട് മഞ്ഞുമൽ ബോയ്സ് കണ്ടിട്ട് അങ്ങനെ വന്നത് അപ്പോ ഈ വർഷവും നല്ല നല്ല സിനിമകള് വരുന്നുണ്ട് ഈ മാസം അടുത്ത മാസത്തിലായിട്ട് നല്ല നല്ല സിനിമ വരുന്നുണ്ട് ടൂറോ വ്ളോഗ്സിൽ റിവ്യൂസ് മാത്രല്ല ഇപ്പൊ നമ്മ കുറച്ച് അല്ലെ നമ്മ ഇപ്പൊ അങ്ങനെ പോകുന്നില്ല നമ്മ ഒരു സംഭവം വരുന്നുണ്ട് അപ്പൊ ഒരു സംഭവം ഉണ്ട് നടക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ അങ്ങനെ വ്ളോഗ് എടുക്കാൻ വേണ്ടി പോകുന്നില്ല സിനിമക്ക് മാത്രമേ വരുന്നുള്ളൂ അല്ലെ സംതിങ് ഈസ് ഫിഷി ഗൈസ് ഒന്നും വരുന്നില്ല എന്തോ ഒരു വലുത് വരാണ്ട് അപ്പോ അല്ലേ കണ്ടു ഇനി അടുത്ത വീഡിയോ കാണുന്നതല്ലേ ബൈ ഗൈസ്.